ബാറുടമയുടെ ശബ്ദരേഖയ്ക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപിക്ക് എക്സൈസ് മന്ത്രിയുടെ കത്ത്. ശബ്ദരേഖയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് എക്സൈസ് മന്ത്രി എം രാജേഷ് പറഞ്ഞു. സർക്കാർ മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾ പോലും നടത്തിയിട്ടില്ല. മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിൽ ബാറുടമകൾ പണപ്പിരിവിനിറങ്ങുന്നതിനെ സർക്കാർ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. ബാറുകളുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിൻ്റെ ചർച്ചകൾ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ട് എടുക്കും. സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണതയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമില്ല. ആരായിരുന്നാലും അതിനെ കൈകാര്യം ചെയ്യാൻ ഗവൺമെൻറ് ശബ്ദരേഖാ കലാപരിപാടികൾ സ്ഥിരമുള്ളതാണ്. മദ്യനയം സംബന്ധിച്ച് മാധ്യമങ്ങൾ ആസൂത്രിതമായി വാർത്ത നൽകുന്നു. IT പാർക്ക് സംബന്ധിച്ച് കഴിഞ്ഞ മദ്യനയത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ബാർ ഉടമകൾ പണപ്പിരിവിന് ഇറങ്ങുന്നതിനെ സർക്കാർ ഗൗരവമായാണ് കാണുന്നത്. കർശന നടപടികളാണ് ബാറുകളുടെ കാര്യത്തിൽ സർക്കാർ കൈക്കൊണ്ടത്. ഇതിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഇനിയിപ്പോൾ ഈ ശബ്ദരേഖ പുറത്തുവിട്ടയാളുടെ ബാറിലും പരിശോധന നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കർശന നടപടികളാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അസ്വസ്ഥതയും ചിലപ്പോൾ ഇതിൽ കാണാം. മാധ്യമങ്ങളിൽ ഈ വാർത്ത കഴിഞ്ഞ ഒരു മാസമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്തകളെ വിശ്വസിച്ചാണ് ഇറങ്ങി പുറപ്പെടുന്നത് എങ്കിൽ കർശനമായ നടപടി അക്കാര്യത്തിലെടുക്കും. സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ രാജി ആവശ്യം എന്താണ് വൈകിയതെന്നും മന്ത്രി ചോദിച്ചു. ഏതായാലും ശബ്ദരേഖ സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.